everyone, welcome back to Xylem Learning. Aruma Miss ആണ്. എൻ്റെ കുട്ടികൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും LSS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ്. LSSനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇനി നാളെ വരാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. ഓഗസ്റ്റ് 8, ഓഗസ്റ്റ് 9 എന്നീ ദിവസങ്ങൾക്ക് നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓഗസ്റ്റ് 9-ന് ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെ, ആഹ്വാനം ചെയ്യുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. നമ്മൾ ആ ഒരു ഡയറി ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 9-നാണ് പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഗാന്ധിജിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്. ചില ബുക്കുകളിൽ ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചില പുസ്തകങ്ങളിലെല്ലാം തന്നെ അത് ആഗസ്റ്റ് ക്രാന്തി ദിവസമായിട്ട് ഓഗസ്റ്റ് 8-നെയാണ് പറയാറുള്ളത്. എന്നിരുന്നാലും അല്ലെ, ഓഗസ്റ്റ് മാസം 8, 9 ദിവസങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമ്മേളനം നടന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം. രണ്ടാമതായിട്ട് ചരിത്രത്തിൽ എന്താണ് ഓഗസ്റ്റ് 9-നുള്ള പ്രാധാന്യം? നിങ്ങൾ നാഗസാക്കി ദുരന്തം എന്ന് കേട്ടിട്ടുണ്ടോ? മക്കൾക്ക് അറിയാമോ എന്താണ് ഈ നാഗസാക്കി ദുരന്തം എന്നുള്ളത്? നാഗസാക്കി ദുരന്തം. ഇങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കണം. ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. ഇന്ത്യയുടെ അന്തിമ സമരത്തിന് അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അന്തിമ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗാന്ധിജിയെ പറയാം, നെഹ്റുവിനെ പറയാം. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികയായിട്ടുള്ള അരുണ അസഫ് അലിയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വർഷം കൂടെയാണ് ക്വിറ്റ് ഇന്ത്യ നടന്നിരിക്കുന്നത്, 1942. അപ്പൊ 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള മുദ്രാവാക്യം അല്ലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗാന്ധിജിയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. അതേസമയം അല്ലെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമെങ്കിലും എന്താണ് നാഗസാക്കി ദുരന്തം എന്നുള്ളത് കുറച്ചാളുകൾക്കെങ്കിലും അറിയുണ്ടാവില്ല. മിസ് പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം ലോകത്തല്ലെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ അല്ലെ നിങ്ങൾ പല പത്രക്കുറിപ്പുകളിലായിട്ട് യുദ്ധങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ യുദ്ധം നടന്ന ഒരു വർഷമാണ് 1945, 2-ാം ലോക മഹായുദ്ധം. അപ്പൊ പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആയുധങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ 1945 ജപ്പാൻ എന്നുള്ള രാജ്യത്തിന് നേരെ അമേരിക്ക പ്രയോഗിച്ച ഒരു വെപ്പണായിരുന്നു, ആയുധമായിരുന്നു ആറ്റം ബോംബ് എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വളരെയധികം പ്രഹരശേഷി കൂടിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സ്ഫോടന വീര്യമുള്ള ഒരു ബോംബാണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്. അപ്പൊ 1945 ഓഗസ്റ്റ് 6-നാണ് ആദ്യമായിട്ട് അണുബോംബ് ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്? പൊട്ടുന്നത്. അതാരാണ് ഇട്ടത്? USA ആണ്. അപ്പോ ഓഗസ്റ്റ് മാസം ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഹിരോഷിമ ദിനവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഹിരോഷിമയിൽ ഈ ആറ്റം ബോംബ് പൊട്ടിയ സമയത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും USA എന്ത് ചെയ്തിട്ടില്ല? അവരോട് ഒരു ദയയും കാണിച്ചില്ല. ഓഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് അവർ വീണ്ടും എന്ത് ചെയ്തു? അണുബോംബിട്ടു. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മക്കൾ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഓർത്തു വെക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നിങ്ങൾക്ക് എന്താണ് സഡാക്കോയുടെ ദിനം എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. സഡാക്കോ സസക്കി എന്ന് പറയുന്ന ഒരു കുട്ടിയെയും അവളുടെ വെള്ളപ്രാവിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ സ്കൂളുകളിൽ പറത്തി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. ഇനി ആർക്കെങ്കിലും അറിയാതിരുന്നു അതിന്റെ പിന്നിലുള്ള കഥ എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മിസ് ഇതൊന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരം ദിവസങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കുക. യുദ്ധം വേണ്ടേ വേണ്ട എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓഗസ്റ്റ് 9-ഉം ഓരോ ഓഗസ്റ്റ് 6-ഉം ഒക്കെ നമ്മളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ ഓർക്കുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.